ഈ അടുത്ത കാലത്ത് നമുക്ക് കമന്റിൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു പെർഫ്യൂമാണ് ഒമാൻ ലക്ഷറിയുടെ പെർഫ്യൂം ഒന്ന് റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ വാട്സപ്പിലും ചിലർ ചോദിക്കാറുണ്ട്, ചേട്ടാ ഒമാൻ ലക്ഷറിയുടെ കേടനൊക്കെ ട്രൈ ചെയ്യണം, അത് കിട്ടിലും പെർഫ്യൂമാണ്, ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടി, ഗൾഫിലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്, അവിടുത്തെ അറബികളൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ഈ ഒരു ഹൗസിൻ്റെ ആണ്, അംബാജ് പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹൗസാണ്, നിങ്ങൾ ട്രൈ ചെയ്യണം, വാങ്ങണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ടായി. വാട്സപ്പിൽ വിളിച്ചു, ചില ഫോണിൽ സംസാരിക്കുമ്പോഴും പറഞ്ഞു, ചിലർ ട്രൈ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അവർക്ക് കോംപ്ലിമെന്റ് കിട്ടിയ കഥകൾ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വാങ്ങാനിരുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. അവരുടെ കേടനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതെങ്കിലും പക്ഷേ എനിക്ക് വാങ്ങാൻ ട്രിഗർ ചെയ്തത് ഇതിൻ്റെ ഒരു പെർഫ്യൂം കാരണമാണ്. ഇനി എന്താണ് ഈ ഒമാൻ ലക്ഷറി? ഒമാൻ ലക്ഷറി എന്ന് പറയുന്നത് ഒമാന്റെ സമ്പന്നമായ ആ സാംസ്കാരിക പൈതൃകം, അതുപോലെ അവിടുത്തെ പ്രകൃതി ഭംഗി, പരമ്പരാഗത സുഗന്ധങ്ങൾ എന്നിവയെ ആഗോള തലത്തിൽ, അതായത് ഈ ലോകം അടക്കി വാടുന്ന ഫ്രഞ്ച് പെർഫ്യൂമുകളുടെ ഇടയിൽ, നീഷ് ബ്രാൻഡുകളുടെ ഇടയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബ്രാൻഡ് ആരംഭിച്ചത്. 2012 മു അത്തസിം അൽ ഹിനായി, മുവാദ് അൽ സിനാവി, അഹമ്മദ് അൽ അസ്രി എന്ന 3 സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലാണ് ഈ ഒമാൻ ലക്ഷറി എന്ന ഈ ഒരു ബ്രാൻഡ് പിറവിയെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒമാനിൽ തന്നെ ലഭിക്കുന്ന കൂട്ടുകൾ കൊണ്ട് നിർമ്മിക്കണം, ഒന്നും പുറത്തുനിന്ന് വാങ്ങാതെ അവിടെ ഒമാനിൽ തന്നെ കിട്ടുന്ന ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സുഗന്ധ കൂട്ടുകൾ കൊണ്ട് ഒരു പെർഫ്യൂം നിർമ്മിക്കണം. അതിന് ഏറ്റവും മികച്ച, ലോകത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും മികച്ച പെർഫ്യൂമേഴ്സിനെ കൊണ്ട് തന്നെ അവരുടെ പെർഫ്യൂം കൊണ്ടുവരണം, അത് ലോകവ്യാപകമായി എത്തിക്കണം, അതൊരു നീഷ് ക്വാളിറ്റി ഉണ്ടാവണം എന്ന ഒരു മാനദണ്ഡ പ്രകാരമാണ് അവർ ഈ ഇവരുടെ ഈ പെർഫ്യൂംസ് ഇറക്കുന്നത്. അതിനുവേണ്ടി അവർ ചേർക്കുന്ന ഓരോ കൂട്ടുകളും, അത് തിരഞ്ഞെടുക്കുന്ന ഓരോ നോട്ടുകളും വളരെ പ്രീമിയമാണ്. ഉദാഹരണത്തിന് ഒമാന്റെ മണ്ണിൽ തന്നെ കിട്ടുന്ന ഫ്രാങ്കിൻസെൻസ്, കുന്തിരിക്കം, അത് അവരുടെ ഒരു പെർഫ്യൂമിൽ ചേർക്കുന്ന ഒരു നോട്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒമാനിൽ മണ്ണിൽ നിന്ന് ശേഖരിക്കുന്ന കുന്തിരിക്കത്തിന് അറബിയിൽ ലൂബാൻ എന്നാണ് വിളിക്കുന്നത്. ഒമാനിൽ ഈ കുന്തിരിക്കം ലഭിക്കുന്നത് ബോസെല്ലിയ സാക്ര എന്നൊരു പ്രത്യേകതരം മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഒമാന്റെ തെക്കൻ മേഖലയായ സലാല, നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സലാല, അവിടുത്തെ ഈ സലാല പ്രവിശ്യയിലെ തെക്കൻ മേഖലയായ ദോഫാർ എന്ന പ്രദേശത്താണ് ഞാൻ ഈ പറഞ്ഞ ഈ ബോസെല്ലിയ സക്ര എന്നൊരു വൃക്ഷം വളരുന്നത്. ഈ പ്രത്യേകിച്ച് ഈ ദോഫാർ മേഖലയിലെ കടുത്ത ചൂടും വരണ്ടുണങ്ങിയ കാറ്റും അതിനോടൊപ്പം തന്നെ ഗരീഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒമാനിലെ മൺസൂൺ മഴയും ഇവയെല്ലാം കൃത്യസമയത്ത് സമാസമം ഒത്തുചേരുന്ന സമയത്ത് ഈ മരങ്ങളിൽ ഈ കടുത്ത കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടി മരം തന്നെ സ്വാഭാവികമായി നടത്തുന്ന ഒരു പ്രതികരണം, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് റസിൻ, പശ, മരപ്പശ എന്ന് വിളിക്കുന്നത്. ഈ മരപ്പശയാണ് ഈ ഫ്രാങ്കിൻസെൻസ്, ഞാൻ പറഞ്ഞ കുന്തിരിക്കം. ഇങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്. ഈ പ്രത്യേക കാലാവസ്ഥ ഈ ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ല. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഒരു മരുഭൂമിയിൽ ഈ ഒരു കാലാവസ്ഥയിൽ വിളയുന്ന മരവും വരണ്ടുണങ്ങിയ കാറ്റും അതോടൊപ്പം തന്നെ ഗരീഫ് എന്ന് വിളിക്കുന്ന മൺസൂണും ഇതൊക്കെ കൃത്യസമയത്ത് ഉണ്ടായാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ബോസെല്ലിയ സക്ര എന്ന മരത്തിൽ നിന്ന് ഈ മരപ്പശ ഉണ്ടാവും. അത് വളരെ ക്വാളിറ്റി കൂടിയ കുന്തിരിക്കമാണ്. ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കുന്തിരിക്കം ഒമാനിലെ ഹൊജാരി ഗ്രേഡ് കുന്തിരിക്കം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ കുന്തിരിക്കത്ത് അറിയപ്പെടുന്നതാണ് ഈ ഹൊജാരി ഗ്രേഡ്. ഈ ഒമാനിലെ ഈ കുന്തിരിക്കം ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് അവിടുത്തെ സുൽത്താൻമാർ ഈ ഹൊജാരി ഗ്രേഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കുന്തിരിക്കം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സുൽത്താൻ ഗ്രേഡ് എന്ന് അറിയപ്പെടാറുണ്ട്. ഞാൻ ഒരു നോട്ടിന്റെ കാര്യം പറഞ്ഞതാണ്, ചേർക്കുന്ന ഒരു നോട്ട് അവർ അതിനു വേണ്ടി എടുക്കുന്ന ഏറ്റവും ക്വാളിറ്റി കൂടിയ നോട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഈ കുന്തിരിക്കത്തിന് മറ്റു കുന്തിരിക്കം പോലെ, ഇപ്പം നമ്മൾ കുന്തിരിക്കം എന്ന് പറയുമ്പോൾ അറിയാലോ, അതിനൊരു പുകഞ്ഞ കടുപ്പമേറിയ കയ്പേറിയ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പുകഞ്ഞ മണമായിരിക്കും. പക്ഷേ ഈ ഹൊജാരി ഗ്രേഡ്, സുൽത്താൻ ഗ്രേഡ് കുന്തിരിക്കത്തിന്റെ പ്രത്യേകത ചെറുനാരങ്ങയുടെ മണവും അതിനോടൊപ്പം തന്നെ ദേവദാരു വൃക്ഷത്തിന്റെ മണവും കൂടി ചേരുന്ന ഒരു മണമാണ്. ഇത് അന്തരീക്ഷത്തെ തണുപ്പിക്കും, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു മണമാണത്. ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ള ഒരു മണമാണത്. അപ്പം ഒരു പർട്ടിക്കുലർ നോട്ട് പോലും അവർ ശ്രദ്ധിച്ചാണ് ഇതിൽ ചേർക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇനി പെർഫ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഊദ് അക്യുലേറിയ, ഞാനിത് ട്രൈ ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഈ പൊതുവെ ഈ ഊദ് വലിയ ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ഊദ് വർക്കൗട്ട് ആവില്ല. എന്നാൽ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ഊദ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ടോം ഫോർഡിന്റെ ഊദ് വുഡ് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ചില ഊതുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇനീഷ്യയുടെ നമ്മുടെ ഊദ് ഫോർ ഗ്രേറ്റ്നസ് ഇഷ്ടമാണ്. അതുപോലെ എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഊതായിട്ടും, അതായത് എൻ്റെ കളക്ഷനിൽ ഞാനൊരു ഊത് വാങ്ങി വെക്കും എങ്കിൽ ഈ ഒരു ഊതായിരിക്കും ഞാൻ വാങ്ങി വെക്കാൻ. ഒരു കാരണമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഇനി ബോക്സിനെ കുറിച്ച് പറയാം. ഞാൻ ജസ്റ്റ് ഒരു നോട്ടിൻ്റെ കാര്യം പറഞ്ഞതുള്ളൂ കേട്ടോ. ബോക്സ് വളരെ പ്രീമിയം പ്രസൻറ്റേഷൻ, പറയാൻ ഒന്നുമില്ല. അവരുടെ ലോഗോ കാണാം. വില ഞാൻ തുടക്കത്തിൽ പറയാം, 17,500 വില വരുന്നത്. ബാക്കി കാര്യം അതായത് ബാച്ച് കോഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച സമയം കളയുന്നില്ല. അതായത് നമ്മൾ 17,500 കൊടുക്കുമ്പോൾ നല്ലൊരു പ്രസൻറ്റേഷൻ വേണ്ടേ? ഓക്കെ, എന്ത് പ്രസൻറ്റേഷൻ അത്, അടിപൊളി പ്രസൻറ്റേഷൻ. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. സൂപ്പർ ബോട്ടിൽ, ഗ്ലാസ് കട്ടി കൂടിയ ഗ്ലാസ്. ഇവിടെ നല്ലൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല മാഗ്നറ്റിക്, ഇത് മെറ്റൽ ആണെന്ന് തോന്നുന്നു, നല്ല ഭാരമുണ്ട് കണ്ടോ. മാഗ്നറ്റിക് ക്യാപ്പ്, പവർഫുൾ ആയിട്ടുള്ള ക്യാപ്പ്. ഇവിടെ സ്വർണ്ണ നിറത്തിൽ ഡിസൈൻ കാണാം. ഇവിടെ ഒമാൻ ലക്ഷറിയുടെ ലോഗോ, താഴെ ബാച്ച് കോഡും കാര്യങ്ങളും QR, ഇവിടെ ഒമാൻ ലക്ഷറി എന്ന് കൊടുത്തിട്ടുണ്ട്. ഊദ് അക്യുലേറിയ എന്നുള്ള പേരുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത് ഊദ് ഫ്രൂട്ടി റോസ് അരോമാറ്റിക് ഫ്രഷ്
സ്പൈസി, ആംബർ, വുഡി, വാം സ്പൈസി, സോഫ്റ്റ് സ്പൈസി, ഫ്രഷ്. ഇത് ചെയ്തിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമർ, നിങ്ങൾക്കറിയാം, ഡൊമിനിക് റോപ്പിയോൺ. ഡൊമിനിക് റോപ്പിയോൺ എന്ന് പറയുന്നത് നീഷ് പെർഫ്യൂംസ് ഒക്കെ മേക്കുന്ന രാജാവാണ് പുള്ളിക്കാരൻ. തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു പെർഫ്യൂമർ, മാസ്റ്റർ ക്ലാസ് പെർഫ്യൂമർ, ബ്രില്യൻ വർക്കാണ് ഡൊമിനിക് റോപ്പിയോന്റെ പെർഫ്യൂംസ്. പലരും പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറഞ്ഞ ക്വിന്റിൻ ബിഷ്, ആൽബർട്ടോ മൊറലാസ്, ജോക്കാസ് പോൾജ്, അതുപോലെ തന്നെ സോണിയ പേര് പറഞ്ഞു. അതോടൊപ്പം തന്നെ കൂട്ടുവായിക്കുന്ന ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന ആളാണ് ഡൊമിനിക് റോപ്പിയോൺ. അപ്പം അദ്ദേഹത്തിന്റെ ഫെഡറിക് മാലിന്റെ പ്രോമിസോ അങ്ങനെ ഒരു പെർഫ്യൂമുമായിട്ട് സാമ്യമുള്ള പെർഫ്യൂമാണ് ഊദ് അക്വേരിയ. രണ്ടും സെയിം പെർഫ്യൂമറാണ്. ഇതിന്റെ നോട്ടായിട്ട് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ആപ്പിൾ, റോസ്മേരി, പിങ്ക് പെപ്പർ. മിഡിൽ നോട്ടിൽ ഡമാസ്കസ് റോസ്, ബൾഗേറിയൻ റോസ്, ക്ലൗസ്, സേജ്. ബേസ് നോട്ടിൽ അഗർവുഡ്, പച്ചോളി, ആംബർ, ലാബ്ഡനം. സ്പ്രേ ആണ് ചെയ്യാം, അടിപൊളി സ്പ്രേയർ. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഒമാൻ ലക്ഷറി ഈ ഒരു പെർഫ്യൂം നിർമ്മിക്കുന്ന സമയത്ത് അവർ ചിന്തിച്ചൊരു കാര്യം, ഊത് അല്ലെങ്കിൽ എന്നുള്ള പെർഫ്യൂം വരുമ്പോൾ തന്നെ അതിൽ ഒന്നുകിൽ റോസ് ചേർക്കും, അല്ലെങ്കിൽ വാനില ചേർക്കും, അല്ലെങ്കിൽ മസ്ക് ചേർക്കും, അല്ലെങ്കിൽ അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള മറ്റേതെങ്കിലും നോട്ട് ചേർത്ത്. പൊതുവെ ഊതിനൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് അല്ലെ. ഊതെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പുകഞ്ഞ മണവും ഒരു കരിഞ്ഞ മണവും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു മണമാണ് DNA. ആ ഒരു ഊതെന്ന് പറയുന്നത് പലർക്കും ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഞാനടക്കം എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ മനസ്സിൽ വരുന്നത്. ഒന്നുകിൽ ഏറ്റവും മികച്ച ഊതിന് ചിലപ്പോൾ റോസ് ചേർത്തിട്ടുള്ള ഒരു നോട്ടായിരിക്കും. ഇത് സ്മെൽ ചെയ്ത് മടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ചിന്തിച്ചിട്ടുണ്ടാവും നമുക്ക് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി ഊതിൽ ഒരു പരീക്ഷണം നടത്താം. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ നല്ല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ ഊതുണ്ടാക്കിയ ഒരു ചീത്തപ്പേര് ഇപ്പോൾ മാറുന്നുണ്ട്. ഊതിൽ വിവിധ ഇനത്തിലുള്ള പരീക്ഷണങ്ങൾ. അപ്പോൾ അതിലൊരു വലിയൊരു പരീക്ഷണമാണ് അവർ നടത്തിയത്. ഊതിൽ അവർ ഗ്രീൻ ആപ്പിൾ ചേർത്തു. ആരെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണോ? ഊതും ആപ്പിളും, അത് ഗ്രീൻ ആപ്പിൾ. ഇതിൽ ചേർത്തിരിക്കുന്ന ആപ്പിൾ എന്താ മണം ഇത് ഊത്. ശരിക്കും പറഞ്ഞാൽ പേരിൽ മാത്രമുള്ള ഊത്, ഇതിനകത്ത് ഊതില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മണം വളരെ സിമ്പിളാണ്. ഇത്രയും നോട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നോട്ടിൽ വളരെ ചെറിയ നോട്ടുകൾ മാത്രമേ കിട്ടൂ. ഇതിൽ ചേർത്തിരിക്കുന്ന ആപ്പിൾ ഈ കുഞ്ഞുങ്ങൾക്ക് എനിക്കൊന്ന് 7 മാസം പ്രായമാകുമ്പോൾ അവർക്ക് ചില ഫ്രൂട്ട്സ് ഒക്കെ വേവിച്ച്, ക്യാരറ്റ് അതുപോലെ ചില ഫ്രൂട്ട്സ് ഒക്കെ വേവിച്ച് കൊടുക്കാറുണ്ട്. അതിൽ ഗ്രീൻ ആപ്പിൾ തൊലി കളഞ്ഞ് അതിൽ പുഴുങ്ങിയെടുത്ത് അത് കരണ്ടി കൊണ്ട് അതൊന്ന് ചതച്ച് എടുക്കുമ്പോൾ ഒരു മണം ഉണ്ടാവും. ഗ്രീൻ ആപ്പിൾ വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. അതുപോലെ ഒരു നല്ല മാംസളമായിട്ടുള്ള ഗ്രീൻ ആപ്പിൾ വേവിച്ചെടുത്ത് പുഴുങ്ങിയെടുത്ത് അത് കൈകൊണ്ടൊന്ന് ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണം. ഒരു പക്ഷേ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഗ്രീൻ ആപ്പിളിന്റെ അതേ മണം എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രീൻ ആപ്പിൾ എന്ത് ചെയ്യും, ടോൺ ഡൗൺ ആയിട്ട് ഊത് ചിലപ്പോൾ പൊങ്ങി നിൽക്കും. ഇത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ തന്ത്രപൂർവ്വം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ ഗ്രീൻ ആപ്പിളിന്റെ മണം അങ്ങനെ ഫേഡ് ആവുന്നില്ല. കുറേ നേരം ഈ ഗ്രീൻ ആപ്പിളിന്റെ മണമാണ്. പിന്നെ ഊതായിട്ട് അവർ ചേർത്തിരിക്കുന്നത് ഊതിന്റെ മണമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, മറിച്ച് ഇരട്ടി മധുരം. അങ്ങാടിക്കടയിൽ കിട്ടും ഈ ലിക്രിഷ്, വയനാട്ട് മാറാനൊക്കെ ചേർക്കാറുണ്ട്. ഇരട്ടി മധുരം, അതിനൊരു സ്വീറ്റ് സ്മെല്ലാണ്, ഒരു ഡേറ്റ്സിന്റെ ഒക്കെ പോലുള്ള ഒരു മണം. ഊതും ഈ ഇരട്ടി മധുരവും പിന്നെ ഞാൻ ഈ പറഞ്ഞ ആപ്പിൾ വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുർമോണ്ട് സ്വീറ്റ് ആയിട്ടുള്ള പുഴുങ്ങിയ ആപ്പിളിന്റെ മണവും ഈ ലിക്കർഷ് ഇരട്ടി മധുരത്തിന്റെ മണവും അല്പം മിഡിൽ നോട്ടിലേക്ക് കയറുമ്പോൾ മാത്രമാണ് റോസ് പൊങ്ങി വരുന്നത്. അത് വളരെ ലൈറ്റ് ആയിട്ടാണ് റോസ് വരുന്നത്. അപ്പോഴും നമുക്ക് ആ ഒരു ശരിക്കും ഇതിന് ഊതെന്നുള്ള പേര് തെറ്റായ പേരാണ്. അക്വേരിയ തന്നെ ഇട്ടാൽ മതി, ഊതൊന്നും ഇല്ല ഇത്. അതുകൊണ്ടാണ് എനിക്ക് ഈ പെർഫ്യൂം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഊതിന്റെ ആ ഒരു പുകഞ്ഞ മണമോ, നിങ്ങൾ ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ഒരു നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഊതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മണം വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. നിങ്ങൾ എന്താണ് ഇപ്പൊ ചിന്തിക്കുന്നത് അതല്ല അതിന്റെ മണം. ഊതിന്റെ പുകഞ്ഞ മണമോ കരിഞ്ഞ മണമോ അല്ലെങ്കിൽ അറബിക് മണമോ ഒന്നുമല്ല. അതാണ് ഞാൻ ഈ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഡൊമിനിക് റോപ്പിയോനെ സമീപിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ചെയ്യണം, പക്ഷെ നല്ലപോലെ ചെയ്യണം. ഇതിനകത്ത് മറ്റു നോട്ടുകൾ ചേർത്ത് ഇത് അസ്വസ്ഥത ഉണ്ടാക്കരുത്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച വർക്ക് തന്നെ ഇതിൽ ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടു കൂട്ടർക്കും യൂണിസെക്സ് ആയിട്ട് വർക്കൗട്ട് ആവുന്ന പെർഫ്യൂം, ഈവൻ ഗേൾസിന് പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയും, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയും. ഇതിന്റെ നമുക്ക് അടിച്ചിട്ട് പുറത്ത് കിട്ടുന്ന മണവും ഊതിന്റെ മണമല്ല, ഞാൻ ഈ പറഞ്ഞ വേവിച്ച ആപ്പിളിന്റെ ഒരു മണം. അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ പെർഫ്യൂം അടിച്ചിട്ട് ഞാൻ വീട്ടിൽ അമ്മയോടും അമ്മൂമ്മയോടൊക്കെ ചോദിച്ചത് എന്ത് മണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അവർക്ക് സ്ത്രീകൾക്ക് എന്ത് മണം കിട്ടുന്നതെന്ന് അറിയണമല്ലോ. അവർ പറഞ്ഞ് ഫ്രൂട്ട്സിന്റെ മണം, പഴത്തിന്റെ മണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഊതിന്റെ മണമായിട്ടോ പുകഞ്ഞ മണമായിട്ടോ കരിഞ്ഞ മണമായിട്ടോ അവർക്ക് തോന്നിയില്ല. സാധാരണക്കാരായിട്ടുള്ള സംബന്ധിച്ചവർക്ക് അവർക്ക് ഈ മണം കിട്ടുന്നത് ഊതായിട്ടല്ല കിട്ടുക, അവർക്ക് നല്ല പഴത്തിന്റെ മണം, ഞാൻ ഈ പറഞ്ഞൊരു ആപ്പിളിന്റെ മണം, ചിലർക്ക് വേറെ ഏതൊക്കെ ഫ്രൂട്ട്സിന്റെ മണമായിട്ടായിരിക്കും കിട്ടുക. സോ അങ്ങനെയാണ് ഈ പെർഫ്യൂമിന്റെ ഒരു കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ആപ്പിൾ വേവിച്ചത്, അതിൽ ഇരട്ടി മധുരം ചേർത്ത്, ഇതിൽ കുറച്ച് എർത്തി നോട്ട് ചേർത്തിട്ടാണ് ഈ പെർഫ്യൂം ചെയ്തിരിക്കുന്നത്. ഡ്രൈഡൗണിൽ വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നില്ല. ഡ്രൈഡൗണിൽ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ടോപ്പ് നോട്ടിലുള്ള ഗ്രീൻ ആപ്പിളിന്റെ മണവും ഇരട്ടി മധുരത്തിന്റെ മണവും അത് അല്പം മങ്ങിയ രീതിയിലായിരിക്കും ഡ്രൈഡൗണിൽ വരുന്നത്. വലിയ രീതിയിലുള്ള രൂപാന്തരീകരണം ഒന്നും ഉണ്ടാവുന്നില്ല. അതൊന്ന് ടോൺ ഡൗൺ ആയിട്ടുള്ള വേർഷനാണ് ഡ്രൈഡൗണിൽ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മണം മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? ഗ്രീൻ ആപ്പിൾ വേവിച്ചതും ഈ ഇരട്ടി മധുരം ചേരുമ്പോൾ ഒരു മണം,
ഈ ഇരട്ടി മധുരമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഊത്. അതായത് ജസ്റ്റ് ഒരു ഊത് ഒരു കരടിൽ ഇങ്ങനെ ഒരു ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് അതായത് ഈ ഗ്രീൻ ആപ്പിളിന്റെ മണം ഒന്ന് പുഷ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുവട്ടിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് ഈ പഴുത്ത ഈ ചൂട് കൊണ്ട് വെന്ത് ഉടഞ്ഞ ആ ഗ്രീൻ ആപ്പിളിന്റെ മണമാണ് കൂടുതലായിട്ട് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂമിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഗ്രീൻ ആപ്പിൾ ഒരു ഫ്രഷ് ചുവയുണ്ട്, ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. നമുക്ക് ഓഫീസിൽ ഇത് യൂസ് ചെയ്യാം. AC ആണെങ്കിൽ ഓഫീസിൽ ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെർഫോമൻസ് ഞാൻ പറയേണ്ട, അത് 10 മണിക്കൂറൊക്കെ സുഖമായിട്ട് നിൽക്കും. നല്ല പെർഫോമൻസ് ഉണ്ട്, സ്ട്രോങ് ആണ്, ബീസ്റ്റ് മോഡാണ്, ഭയങ്കരമായിട്ട് ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷനാണ് ഈ പെർഫ്യൂമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നല്ല രീതിയിൽ ഇതിന്റെ സെൻട്രയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു 6-7 തവണ നിങ്ങൾ എത്ര ബീസ്റ്റ് മോഡായിട്ട് അടിച്ചാലും അടുത്തിരിക്കുന്നവർക്ക് ഒരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. അതുപോലെ സ്മൂത്ത് ആയിട്ടാണ് ഡൊമിനിക് റോപ്പിയൻ ഇത് സൂക്ഷിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇവരുടെ ഈ 3 സുഹൃത്തുക്കളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ഈ ലോകോത്തര ബ്രാൻഡായിട്ട് മാറ്റണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ആഗോളവൽക്കരിക്കപ്പെടണം എന്ന് ചിന്തിച്ച് ഊത് എന്നുള്ള ഒരു കാറ്റഗറി പെടുത്താതെ ഇത് ഗുർമോണ്ട് കാറ്റഗറിയിലും ഫ്രഷ് കാറ്റഗറിയിലും ലൈറ്റ് ആയിട്ടുള്ള ഊതിന്റെ ഒരു കാറ്റഗറിയിലും എല്ലാം ഉൾപ്പെടുത്തി ഇറക്കിയ ഒരു പെർഫ്യൂം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ 17,500 രൂപ മുടക്കിയതിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വർക്കൗട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്യണം, ട്രൈ ചെയ്യണം. ഈ ഒറ്റ പെർഫ്യൂം ട്രൈ ചെയ്തത് വഴി ഇവരുടെ 1-2 പെർഫ്യൂം കൂടെ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതും വൈകാതെ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പം വില ഞാൻ പറഞ്ഞു 17,500 കാലാവസ്ഥ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ, ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വളരെ ഒരു പ്രളയ സാധ്യതയിലൂടെ കടന്നു പോവുകയാണ്. കനത്ത മഴയാണ്. അപ്പം ഈ ഒരു സാഹചര്യം പെട്ടെന്ന് മാറട്ടെന്ന് പ്രാർത്ഥിക്കും. ഇനി കാലാവസ്ഥ പറഞ്ഞാലും മഴ സമയത്താണ് ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത്. വൈകുന്നേരവും രാത്രി ഉപയോഗിക്കാം. വൈകുന്നേരം രാത്രി ആയിരിക്കും കുറെ കൂടി ഇതിന്റെ യഥാർത്ഥ ഒരു വശ്യത പുറത്തേക്ക് വരുന്നത്. ഓഫീസിൽ യൂസ് ചെയ്യാം, ഓഫീസിലെ AC ആണെങ്കിൽ യൂസ് ചെയ്യാം. ചൂടത്ത് നിങ്ങൾ അടിച്ചിട്ട് ഇറങ്ങാൻ ഞാൻ ആവശ്യപ്പെടില്ല. ഇത് തണുപ്പ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ഗ്രീൻ ആപ്പിളിന്റെ മണവും ഇരട്ടി മധുരത്തിന്റെ മണവും കുറച്ച് സ്വീറ്റ്നസും ഇതെല്ലാം പുറത്ത് വരണമെങ്കിൽ ഇവന് ഇത്തിരി തണുപ്പ് വേണം. തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ആൾ പുറത്തിറങ്ങൂ. തണുപ്പില്ലെങ്കിൽ തണുപ്പ് കിട്ടിയാൽ പുറത്തിറങ്ങുന്ന ഒരു ടൈപ്പാണ്. ചൂട് ഒട്ടും പുള്ളിക്ക് വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തണുത്ത കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓഫീസിൽ AC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 4 സ്പ്രേ മതിയാവും. വൈകുന്നേരം രാത്രി ഒരു 8 സ്പ്രേ അടിച്ചിട്ട് ഇറങ്ങിയോ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള പെർഫ്യൂം, ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള പെർഫ്യൂം. കോംപ്ലിമെന്റും ലോങ്ജിവിറ്റിയും സബ്ജക്റ്റീവാണ്. പക്ഷേ എങ്കിൽ പോലും ഈ പെർഫ്യൂമിന്റെ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെന്റ് ഫാക്ടറും ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഊത് എന്നുള്ള സങ്കല്പം മാറ്റിവെക്കി. ഇതൊരു ഗ്രീൻ ആപ്പിൾ സ്വീറ്റ് ഗുർമോണ്ട് കാറ്റഗറി വരുന്ന പെർഫ്യൂം. ഞാൻ 10 ml ആക്കിയിട്ടുണ്ട്. ഏതാണ്ട് ആപ്പിൾ ജ്യൂസിന്റെ കളർ തന്നെയാണ്, കണ്ടില്ലേ അല്ലേ? ആപ്പിൾ ജ്യൂസിന്റെ കളർ തന്നെയാണ് ഈ ജ്യൂസിനുള്ളത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. പക്ഷേ ഒരു അബദ്ധം പറ്റിയത്, ഞാൻ ഒരൊറ്റ ബോട്ടിലാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇത് മിക്കവാറും വീഡിയോ ഇട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഗ്രൂപ്പിൽ ഇടാൻ പറ്റാത്ത രീതിയിൽ ഇത് സോൾഡ് ഔട്ട് ആവും, ഉറപ്പാണ്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി കല്യാണം, അതുപോലുള്ള പാർട്ടികൾ, രാത്രിയിൽ എന്തെങ്കിലും ചടങ്ങുകൾ, ആഘോഷങ്ങൾ, രാത്രിയിൽ എന്തെങ്കിലും നൈറ്റ് പാർട്ടി, ഡിന്നർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനമാണിത്. നിങ്ങളുടെ പ്രസൻസ് എന്താണെന്ന് അറിയിക്കാനും നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാനും ഇതുപോലുള്ള വളരെ റയറായിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ സെക്സി ആയിട്ടുള്ള, സെഡക്റ്റീവ് ആയിട്ടുള്ള, അല്ലൂറിംഗ് ആയിട്ടുള്ള പെർഫ്യൂം വേണം ട്രൈ ചെയ്യാൻ. അത്തരത്തിൽപ്പെട്ട ഒരു പെർഫ്യൂം ഊതെന്നുള്ള കൺസെപ്റ്റ് എടുത്ത് മാറ്റി. ഇതൊക്കെയാണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. നമ്മൾ പെർഫ്യൂമിന് പൈസ മുടക്കുമ്പോൾ ക്വാളിറ്റി വേണ്ടേ? അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ വരണ്ടേ? കിട്ടില്ല സാധനം എന്നുള്ള തോന്നൽ വരണ്ടേ? അതിന് ഇതുപോലുള്ള സാധനം ട്രൈ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഊത് ഇഷ്ടമല്ലാത്ത എനിക്ക് പോലും ഈ സാധനം 2-3 ബോട്ടിൽ വാങ്ങി വെക്കാൻ തോന്നും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷ. ഡൊമിനിക് റോപ്പിന്റെ ബ്രില്യൻ വർക്ക്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിന്റെ ലിങ്കും വാട്സപ്പ് നമ്പരും ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്യാം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം. താങ്ക് യു സോ മച്ച്.